അത്രമേൽ ആഴത്തിൽ ഹൃദയം മുറിവേറ്റതിൽ പിന്നെയും മനുഷ്യനെ വീണ്ടും ഭ്രാന്തമായി അടിമയാക്കാൻ കഴിയുന്ന എന്തോ ഒരു വശദസ് സ്നേഹത്തിനുമേൽ ഉണ്ടായിരുന്നത് കൊണ്ടാകാം. ഇടവപ്പാതിയിലെ ഇടമുറിഞ്ഞു താളം തെറ്റി പെയ്ത മഴ പോലെ, അതുപോലെ ചിതറിയ ചില്ലു കഷ്ണങ്ങളെ ചേർത്തുവെക്കുന്നത് പോലെ, അതുപോലെ തന്നെ ഹൃദയത്തെ വിളക്കി ചേർത്തുകൊണ്ട് പുഞ്ചിരിയോടെ മുന്നോട്ട് നീങ്ങുന്നതും, അദൃശ്യമായി സ്നേഹത്തിൻ്റെ കരങ്ങൾ ജീവനിൽ പുൽകുന്നതും കൊണ്ടുമാവാം. നിങ്ങൾക്ക് ഈ ഒരൊറ്റ ജീവിതമേയുള്ളൂ. നിങ്ങൾ അതെങ്ങനെ ചെലവഴിക്കുന്നു? ക്ഷമ പറഞ്ഞുകൊണ്ടോ, പശ്ചാത്തപിച്ചുകൊണ്ടോ, ചോദ്യം ചെയ്തുകൊണ്ടോ, സ്വയം വെറുത്തുകൊണ്ടോ, ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടോ, നിങ്ങളെ വേണ്ടാത്ത ആളുകളുടെ പുറകെ പാഞ്ഞുകൊണ്ടോ? നല്ലത് എന്ന് തോന്നുന്നത് ചെയ്യുക, റിസ്ക് ഏറ്റെടുക്കുക. ഒരേയൊരു ജീവിതമേയുള്ളൂ. അത് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുക. ഒരു സ്ത്രീ കുട്ടിയെപ്പോലെ പെരുമാറുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെയായിരിക്കും. മാനസികമായി സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയെയാണ് ഒരു സ്ത്രീ പ്രണയിക്കുന്നത്. ഒരു പുരുഷൻ്റെ സൗന്ദര്യത്തേക്കാൾ അവൻ്റെ ആത്മവിശ്വാസത്തിലാണ് സ്ത്രീകൾക്ക് താൽപ്പര്യം. മറ്റൊരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു പ്രണയിനിക്ക് ദേഷ്യം തോന്നുന്ന കാര്യമാണ്. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ അല്ല. നമ്മളെക്കൊണ്ട് കഴിയും, മാറ്റം ഉണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരുപക്ഷേ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചു മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. മറ്റുള്ളവരുടെ എതിർപ്പിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഏറ്റവും വലിയ ഇരുമ്പറ സ്വന്തം മനസ്സിനു ചുറ്റും നാം പണിയുന്നതാണ്. മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിശാലതയാണ് സംസ്കാരം. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ പ്രധാനം നമ്മൾ എന്താണെന്നുള്ളതാണ്. ആദർശങ്ങളും ലക്ഷ്യങ്ങളും നാം മറക്കുമ്പോൾ മാത്രമാണ് പരാജയം സംഭവിക്കുന്നത്. സമാധാനമില്ലെങ്കിൽ മറ്റെല്ലാ സ്വപ്നങ്ങളും അപ്രത്യക്ഷമാകുകയും അത് ചാരമായി തീരുകയും ചെയ്യുന്നതാണ്. വലിയ കണ്ണുകളും വിടർന്ന ചുണ്ടുകളുമുള്ള സ്ത്രീകൾ പൊതുവെ ഹ്രസ്വകാല ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ ടോക്സിക് ആണെന്നുള്ളതിൻ്റെ സൂചനകൾ. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും ക്ഷമ ചോദിക്കുന്നത്, നിങ്ങളോട് മോശമായി പെരുമാറിയവരുമായി സൗഹൃദം തുടരുന്നത്, അതുപോലെ തന്നെ മെസ്സേജ് വന്നില്ലെങ്കിലും ഫോൺ ചെക്ക് ചെയ്യുന്നത്, മറ്റുള്ളവരുമായി നിങ്ങളെ കമ്പയർ ചെയ്യുന്നത്. ചിലർക്ക് അവഗണിക്കാൻ പ്രത്യേകിച്ച് കാരണം ഒന്നും ആവശ്യമില്ല. ചിലർ അസൂയ കൊണ്ട് അവഗണിക്കും. തന്നെക്കാൾ മികച്ചത് എന്ന് തോന്നിയാൽ ചിലർ അവഗണിക്കും. നമ്മളെക്കാൾ മികച്ച ഒരാളെ കിട്ടിയെന്ന് തോന്നിയാൽ ചിലർ അവഗണിക്കുന്നു. ചിലർ സ്നേഹം അഭിനയിച്ച് മനസ്സുകൊണ്ട് അവഗണിക്കും. ചിലർ ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും ഞാൻ കാരണം അവന് രക്ഷപ്പെടരുത് എന്നോർത്ത് അവഗണിക്കും. നമ്മളെ അവഗണിക്കുന്നവർക്ക് ഒരിക്കലും യഥാർത്ഥ സ്നേഹമോ ആത്മാർത്ഥതയോ കാണില്ല. നിങ്ങളുടെ മുഖം സൂര്യപ്രകാശത്തിനു നേരെ വെക്കുക. നിങ്ങൾക്ക് നിഴലുകൾ കാണാൻ കഴിയില്ല. ശുഭാപ്തി വിശ്വാസം എന്നത് നേട്ടത്തിലേക്ക് നയിക്കുന്ന വിശ്വാസമാണ്. പ്രതീക്ഷയും ആത്മവിശ്വാസവും ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സന്തോഷത്തിൻ്റെ ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ അടുത്ത വാതിലിലേക്ക് വളരെ നേരം നോക്കുന്നതിനാൽ നമുക്കായി തുറന്നിരിക്കുന്ന വാതിൽ നമുക്ക് കാണാൻ കഴിയില്ല. വിവേകം താനെ വരില്ല. പ്രയത്നിക്കണം. ധാരാളം വായിക്കണം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. സംഘടന കൊണ്ട് ശക്തരാവുക. പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. വിദ്യാർത്ഥമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ മാത്രം. ശരീരം വെറും ജഡം.
ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. ഒരിക്കലും തളരാതെ സ്വപ്നജീവിയാണ് വിജയം. ദാരിദ്ര്യത്തെ മറികടക്കുക എന്നത് ഒരു ദാനധർമ്മമല്ല, അത് നീതിയുടെ പ്രവൃത്തിയാണ്. ജീവിതത്തിൽ പ്രധാനം നമ്മൾ ജീവിച്ചു എന്നതല്ല, മറിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് വ്യത്യാസം വരുത്തി എന്നതുകൂടിയാണ്. ഒരു സ്ത്രീയിൽ പുരുഷന് ആദ്യമായി ശ്രദ്ധിക്കുന്നത് അവളുടെ കണ്ണുകളാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. അവഗണിക്കപ്പെട്ട ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും അവർ സ്നേഹിച്ച മനുഷ്യർക്ക് സ്നേഹിക്കാനും പരിഗണിക്കാനും മറ്റൊരാൾ ഉണ്ടായിരിക്കും. ആ ഒരാളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് പിന്മാറുക. കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിലും വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നത് വല്ലാത്തൊരു വേദന തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന, നിങ്ങളോട് സത്യസന്ധമായിരിക്കുന്ന, നിങ്ങളെ ചോയ്സുകൾ ആക്കാത്ത മനുഷ്യരോട് ഒപ്പമായിരിക്കുക എപ്പോഴും. അവർ ഒരിക്കലും നിങ്ങൾക്ക് സങ്കടങ്ങൾ സമ്മാനിച്ച് നിങ്ങളെ വിട്ട് കടന്നു പോകില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒപ്പം ജീവിതത്തിൽ മുന്നേറുക. ഒരു മനുഷ്യൻ അവൻ്റെ ചിന്തകളുടെയും അവൻ എന്തായിത്തീരുമെന്ന് ചിന്തിക്കുന്നതിൻ്റെയും ഫലമാണ്. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ്, അവയുടെ സമീപനങ്ങൾ മാത്രമാണ് വ്യത്യാസം. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കഷ്ണങ്ങളല്ല, ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത്. സൗമ്യമായ രീതിയിൽ നിങ്ങൾക്ക് ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെ എപ്പോഴും സൂക്ഷിക്കുക. ഒരു ശരാശരി വ്യക്തിയുടെ മനസ്സ് 30% സമയവും അലഞ്ഞുതിരിയുന്നു. ഒരു ശരാശരി വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഹാബിറ്റ് ശീലമാക്കാൻ ഏകദേശം 66 ദിവസമെടുക്കും. നിസ്സാരമായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ സഹജമായി പരിഹാസം ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് ആരോഗ്യകരമായ മനസ്സുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. കുറ്റബോധമുള്ള വ്യക്തികൾ അവരുടെ ചുറ്റുമുള്ള ആളുകളുടെ വികാരങ്ങളും ആശങ്കകളും തിരിച്ചറിയുന്നതിൽ മികച്ചവരാണ്. മരിക്കുന്നതിന് മുമ്പുള്ള 7 മിനിറ്റ് നാഡീപ്രവർത്തനത്തിനിടെ നിങ്ങളുടെ ഓർമ്മകൾ ഒരു സ്വപ്നതുല്യമായ പാറ്റേണിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ജീവിതത്തിൽ ആവശ്യമായ നിയമങ്ങൾ. മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുക. അങ്ങനെ പറയുന്നവരെ പൂർണ്ണമായും വിശ്വസിക്കരുത്. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കി സംസാരിക്കുക. കുറച്ചു സമയമെങ്കിലും ഫ്രീ ആയിരിക്കാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുസ്തകം വായിക്കുക. തെറ്റായ സ്ഥലത്തു നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ ഒരിക്കലും അത് വിജയിക്കില്ല. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഈ സമയവും കടന്നു പോകും. ധൈര്യമായി മുന്നോട്ടു പോകുക. സങ്കടങ്ങൾക്കപ്പുറം സന്തോഷം കാത്തിരിക്കുന്നു. വിഷമങ്ങൾ താൽക്കാലികമാണ്. സങ്കടങ്ങൾക്ക് ശേഷമേ സന്തോഷമുള്ളൂ. വെല്ലുവിളികൾ നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യും. നിന്റെ യാത്രയിൽ ഓരോ ചെറു വിജയവും വലിയ ആശ്വാസമാണ്. മനഃശാസ്ത്രം അനുസരിച്ച് ഒരിക്കലും മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ബാങ്ക് ബാലൻസും, നിങ്ങളുടെ ഭാവി പദ്ധതികളും സ്വപ്നങ്ങളും, നിങ്ങൾ ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങൾ, നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ, പ്രശ്നങ്ങൾ, നിങ്ങളുടെ നീരസങ്ങൾ, പകകളും, നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളും, പരിഹരിക്കപ്പെടാത്ത അരക്ഷിതാവസ്ഥകൾ അല്ലെങ്കിൽ ബലഹീനതകൾ, നിങ്ങളുടെ മതപരവും രാഷ്ട്രീയവുമായ വീക്ഷണങ്ങൾ. ഒരു വ്യക്തിയെ നമ്മൾ അവഗണിക്കുന്നതായി അവർക്ക് തോന്നിയാൽ അത് അവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കള്ളം പറയുന്നവരായി ഐ കോണ്ടാക്റ്റ് തരില്ല. മിടുക്കരായ ആളുകൾക്ക് സുഹൃത്തുക്കൾ കുറവാണ്. ശരീരഭാഷ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു.
സന്തോഷം കൊണ്ട് കരഞ്ഞാൽ ആദ്യം വരുന്ന കണ്ണുനീർ വലതു കണ്ണിൽ നിന്നായിരിക്കും. ദുഃഖം കൊണ്ട് കരഞ്ഞാൽ ആദ്യം വരുന്ന കണ്ണുനീർ ഇടതുകളിൽ നിന്നായിരിക്കും. നെഗറ്റീവ് കാര്യം കേൾക്കുന്നത് കുറഞ്ഞത് 5 പോസിറ്റീവ് ഓർമ്മകളെയെങ്കിലും നശിപ്പിക്കും. ചിരി ഒരു ടോണിക്കാണ്, ആശ്വാസമാണ്, വേദനയിൽ നിന്നുള്ള മോചനമാണ്. അസാധ്യമായ കാര്യങ്ങൾക്കായി നമുക്ക് പരിശ്രമിക്കാം. സാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ കീഴടക്കിയതാണ് ചരിത്രത്തിലുടനീളം മഹത്തായ നേട്ടങ്ങൾ. നമ്മൾ വളരെയധികം ചിന്തിക്കുകയും വളരെ കുറച്ച് അനുഭവിക്കുകയും ചെയ്യുന്നു. ഏതു ഇഷ്ടലോകത്ത് ഒന്നും ശാശ്വതമല്ല, നമ്മുടെ കഷ്ടപ്പാടുകൾ പോലും. നിങ്ങൾ സന്തോഷവാനല്ലെങ്കിൽ പോലും പുഞ്ചിരിക്കുന്നത് നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് സുഖകരമായ ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നു. നീല നിറം നിങ്ങളെ ശാന്തരാക്കും. മഞ്ഞ നിറം സന്തോഷം വർദ്ധിപ്പിക്കും. ചുവപ്പ് നിറം നിങ്ങളുടെ ശ്രദ്ധ പിടിച്ച് ആളുകൾ മറ്റുള്ളവരോട് തങ്ങളെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ പറയുന്നുള്ളൂ, പക്ഷേ അവർ അത് ചെയ്യുന്നത് മറ്റുള്ളവരെ തങ്ങൾ കരുതുന്നതിനേക്കാൾ നന്നായി അറിയാമെന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിലാണെന്ന് മാത്രം. നിങ്ങളുടെ ബലഹീനതകളിൽ നിന്നാണ് നിങ്ങളുടെ ശക്തി പുറത്തുവരുന്നത്. പ്രകടിപ്പിക്കാത്ത വികാരങ്ങൾ ഒരിക്കലും മരിക്കില്ല. അവ ജീവനോടെ കുഴിച്ചു മൂടപ്പെടുകയും പിന്നീട് കൂടുതൽ വൃത്തികെട്ട രീതിയിൽ പുറത്തുവരികയും ചെയ്യും. ഓരോ ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ പോരാട്ടത്തിൻ്റെ വർഷങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി തോന്നും. സൗഹൃദം അകലം പാലിക്കാനുള്ള ഒരു കലയാണ്. അതേസമയം സ്നേഹം അടുപ്പത്തിൻ്റെ ഒരു കലയാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ. വാക്കുകൾ ശക്തമാണ്, അവ വിവേകത്തോടെ ഉപയോഗിക്കുക. ആളുകൾ വരുന്നു പോകുന്നു, എന്നാൽ ശരിയായിട്ടുള്ളവർ മാത്രമേ നിങ്ങളോടൊപ്പം ഉണ്ടാകൂ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കരുത്. തെറ്റിനെ അംഗീകരിക്കുക, തിരുത്തുക. നിങ്ങൾ ശ്രമിക്കാത്തതാണ് പരാജയ കാരണം. കാലവും പ്രായവും ഒന്നുമല്ല പ്രശ്നം. മനുഷ്യർക്ക് എന്തും നേടാനാകും. മനസ്സിൽ അത്രക്കും അതിയായ മോഹം വേണമെന്ന് മാത്രം. കാത്തിരിപ്പ് വേദനയാണ്, മറക്കുന്നതും. എന്നാൽ രണ്ടിൽ ഏതു വേണമെന്ന് തീരുമാനിക്കുന്നത് അത്രേ ഏറ്റവും വലിയ വേദന. സുഖസൗകര്യങ്ങളുടെ ലോകം വാഗ്ദാനം ചെയ്യുന്ന എന്തിൽ നിന്നും അകന്നു നിൽക്കുക. അർത്ഥം പറഞ്ഞു തരാൻ ഒരാൾ അരികിലെത്തും വരെ പ്രണയം ഒരു വാക്കുമാത്രമാണ്. നിങ്ങളുടെ മനസ്സിനോടും ആത്മാവിനോടും കൂടി സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയുന്നതാണ് വിജയം. നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനും കഴിയും. മനസ്സ് ഒരു കാന്തമാണ്, അതിനോട് അടുക്കുന്നതിനോട് അതും അടുക്കും. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ എവിടെയും വിജയിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.